ഐക്യജനാധിപത്യ മുന്നണിയുടെ സവിശേഷത പറഞ്ഞത് പ്രാവർത്തികമാക്കാറുണ്ട്. 1 രൂപ കരി നൽകും. കേരളത്തിന്റെ ചരിത്രത്തിൽ പ്രകടന പത്രികയിൽ ഇതുപോലെ അഭിപ്രായം പറയാൻ ഒരു വിഭാഗവും തയ്യാറായിട്ടില്ല. LDF അന്ന് പറഞ്ഞത് 2 രൂപക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവന് കേരള സർക്കാർ അരി നൽകുമെന്നാണ്. ഉടനെ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞത് 1 രൂപക്ക് 1 കിലോ വെച്ച് 25 രൂപക്ക് 25 കിലോ. പ്രകടന പത്രികയിൽ അത് കണ്ടപ്പോൾ പലരും ചിരിക്കുകയുണ്ടായി. നമ്മൾ വെറുതെ പറയരുത് എന്നാണ് പറഞ്ഞത്. മാസം 3 പിന്നിടുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകും എന്ന ഉറപ്പ് 1 രൂപക്ക് 1 കിലോ അരി നൽകും, 25 രൂപക്ക് 25 കിലോ. തെരഞ്ഞെടുപ്പിന്റെ തലേ മാസമല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 1 ആഴ്ച മുമ്പല്ല അത് നടപ്പാക്കിയത്. പറഞ്ഞ് മാസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് ബഹുമാനായ ഉമ്മൻചാണ്ടി സാർ പത്രക്കാരെ കണ്ട് അന്ന് കേരളത്തിലെ ക്യാബിനറ്റ് റാങ്കിലുള്ളവരുടെ മീറ്റിംഗ് നടന്നതിന് ശേഷം പറഞ്ഞത്, മാവേലി മന്നൻ കേരളത്തിലെത്തുന്നതിന് മുമ്പ് പാവങ്ങളുടെ വീട്ടിലേക്ക് 25 രൂപക്ക് 25 കിലോ നിർബന്ധമായും ഈ ഗവൺമെന്റ് എത്തിച്ചിരിക്കും. അത്ഭുതത്തോടുകൂടി കേരളം അത് കണ്ടു. 25 കിലോ 25 രൂപക്ക് നൽകാൻ ധിക്കാരം കാണിച്ച ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായെങ്കിൽ UDFന്റെ ഗവൺമെന്റാണ്. അതേ ഗവൺമെന്റിന്റെ ഭാഗം ഇന്ത്യയുടെ അഭിമാനമായ രാഹുൽ കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും തെലങ്കാനയിലും ഇന്നലകളിൽ രാജസ്ഥാനിലും പരീക്ഷിച്ച അതേ നിലപാടുകൾ പറയുകയാണ്. കേരളത്തിൽ നിർബന്ധമായും ക്ഷേമ പെൻഷൻ അധികാരത്തിൽ വന്നാൽ 3000 രൂപയാക്കും. 25 ലക്ഷം രൂപ നമ്മുടെ മുഴുവൻ ആളുകൾക്കും. അതിൽ BPL എന്നോ APL എന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ ഇൻഷുറൻസ് പദ്ധതിയാണ്. ബഹുമാനായ ലോകം കണ്ട ഏറ്റവും ജനകീയനായ ഈ നൂറ്റാണ്ടിന്റെ ഭരണാധികാരി ശ്രീ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് 25 ലക്ഷം രൂപ. ഏത് മാരകമായ രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടരുത് എന്ന തീരുമാനത്തിലേക്ക് UDF എത്തിച്ചേർന്നിരിക്കുകയാണ്.